സാറിന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പൊ അവിടെ സ്റ്റുഡിയോയിൽ ചെന്നിട്ടാണെങ്കിലും ലേഖ മാമും ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ ആദ്യമായിട്ട് ഒരു പാട്ട് അങ്ങനെ സ്റ്റുഡിയോയിൽ കയറി പാടി, നല്ല രസമായിരുന്നു. അപ്പൊ സാറ് സ്വന്തമായിട്ട് തന്നെ ഇരുന്ന് എന്നെ പഠിപ്പിച്ചു തന്നു എങ്ങനെയാ പാടണ്ടേ, എവിടെയാണ് ഇപ്പൊ നമ്മള് സംഗതി ഇടണ്ടേ. ഈ വോയിസ് മോഡുലേഷൻസ് ഒക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഫീലോട് കൂടി പാടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നുണ്ട്. ഇഷ്ടമാണ്, വേരിയേഷൻ കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മെയിനായിട്ട് ക്രെഡിറ്റ്സ് അമ്മയ്ക്കാണ്. കാരണം എവിടെയാണ് എങ്ങനെയാണ് വരണ്ടേ, കൈ എങ്ങനെയാണ് വെക്കണ്ടേ, അങ്ങനെയൊക്കെ എല്ലാം എനിക്ക് മൊത്തത്തിൽ എല്ലാം പറഞ്ഞു തരുന്നതൊക്കെ അമ്മയാണ്. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. നമുക്കിനി പ്ലേ ബാക്കിങ്ങിലോട്ട് വരാം. ഇപ്പൊ മോളിപ്പോ MG സാറിന്റെ കൂടെയാണ് ഒരു MG സാർ എന്നെ ആദ്യാക്ഷരം എന്ന് പറഞ്ഞിട്ട് ചാച്ചാജി എന്ന് പറഞ്ഞൊരു ഫിലിമിൽ പഠിപ്പിച്ചു. സാർ തന്നെയാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. അപ്പൊ അതില് പാടാൻ പറ്റി. പിന്നെ ഹനുമാൻ എന്ന് പറഞ്ഞിട്ടൊരു തെലുഗു ഫിലിമാണ് ഒറിജിനൽ, അതിന്റെ മലയാളം വേർഷനിൽ ഞാൻ പാടിയിട്ടുണ്ട്, അനുദീപ് ദേവ് സാറിന്റെ പാട്ട്. പിന്നെ അല്ലാണ്ട് ആൽബംസ് കുറെ ചെയ്യുന്നുണ്ട്. MG സാറിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പടത്തിലേക്ക് പാടാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് സാറിന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പൊ അവിടെ സ്റ്റുഡിയോയിൽ ചെന്നിട്ടാണെങ്കിലും ലേഖ മാമും ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ ആദ്യമായിട്ട് ഒരു പാട്ട് അങ്ങനെ സ്റ്റുഡിയോയിൽ കയറി പാടി, നല്ല രസമായിരുന്നു. അപ്പൊ സാറ് സ്വന്തമായിട്ട് തന്നെ ഇരുന്ന് എന്നെ പഠിപ്പിച്ചു തന്നു എങ്ങനെയാ പാടണ്ടേ, എവിടെയാണ് ഇപ്പൊ നമ്മള് സംഗതി ഇടണ്ടേ, എവിടെയാണ് ലിറിക്സ് എന്തൊക്കെയാണ്, അതെല്ലാം സാറ് തന്നെ എന്നെ പഠിപ്പിച്ചു തന്നു. അങ്ങനെയാണ് പാടിയത്. അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അതേപോലെ സ്കെയില് കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? ഇപ്പൊ എന്തേലും പാട്ട് കേൾക്കുകയാണെങ്കിൽ തന്നെ, ഇല്ലെങ്കിൽ ആരേലും എന്തേലും മൂളുകയാണെങ്കിൽ തന്നെ അത് ഏത് ശ്രുതിയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാ ഒരു സീക്രട്ട് എന്താണ് അതിന്റെ? അതിന് പ്രത്യേകിച്ച് സീക്രട്ട് ഒന്നുമില്ല. കുഞ്ഞിലെ മുതലേ ഇങ്ങനെ കേൾക്കുമ്പോ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെ പറഞ്ഞു തുടങ്ങിയതാ. അല്ലാണ്ട് അങ്ങനെ ഏതൊരു പാട്ടിന്റെ സ്കെയില് വന്നാലും മനസ്സിലാവും. പിന്നെ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ സ്കെയിൽ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും. പിന്നെ അത് എത്ര തവണ ഞാൻ മാറ്റി പാടിയാലും എനിക്ക് അതിന്റെ ഒറിജിനൽ സ്കെയിൽ ഓർമ്മയുണ്ടാവും. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്തേലും പാട്ട് ഇപ്പൊ എന്തേലും എവിടെയും മൂളുന്നാണെങ്കിലും കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇന്ന ശ്രുതി ആണെന്നുള്ള സംഭവം. അപ്പൊ ഈ വോയിസ് മോഡുലേഷൻസ് ഒക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഫീലോട് കൂടി പാടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നുണ്ട്. ഇഷ്ടമാണ്, വേരിയേഷൻ കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മെയിനായിട്ട് ക്രെഡിറ്റ്സ് അമ്മയ്ക്കാണ്. കാരണം എവിടെയാണ് എങ്ങനെയാണ് വരണ്ടേ, കൈ എങ്ങനെയാണ് വെക്കണ്ടേ, അങ്ങനെയൊക്കെ എല്ലാം എനിക്ക് മൊത്തത്തിൽ എല്ലാം പറഞ്ഞു തരുന്നതൊക്കെ അമ്മയാണ്. ഒരു പാട്ട് കേൾക്കുമ്പോണ്ടല്ലോ കുഞ്ഞിക്കുട്ടിയുടെ പാട്ടും അല്ലെങ്കിൽ അത് ഇഷ്ടമാണ് അങ്ങനെ പാടാൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ടോപ്പ് സിംഗറിൽ ഇതേപോലെ സുജാത ആന്റിയുടെ ഒരു പാട്ട് കളക്കുറുമ്പി ചെലക്കുറുമ്പി, ഈ പാട്ടില് 2 വോയിസ് വെച്ച് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതെങ്ങനെയായിരുന്നത്? ചെലക്കുറുമ്പി ചെലക്കുറുമ്പി നീ കൊഞ്ചാതെ കൊഞ്ച്, വെളിച്ചിലമ്പി വെറ്റിലത്തുമ്പി തുള്ളൊന്നു നെഞ്ച്, ഒന്നിച്ചുണരാം നീ ഇങ്ങോട്ട് പോര്, മുന്തിരിക്കണ്ണൻ ചെപ്പ് കേൾക്കാൻ ഇതിലേ വരുമവൻ, യായി 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 യായോ, കളക്കുറുമ്പി ചെലക്കുറുമ്പി ഇനി മിണ്ടാതെ നില്ല്, വെളിച്ചിലമ്പി വെറ്റിലത്തുമ്പി മതി പഞ്ചാര ചൊല്ല്, ഒന്നിച്ചുണരാം നീ ഇങ്ങോട്ട് പോര്, മുന്തിരിക്കണ്ണൻ ചെപ്പ് കേൾക്കാൻ ഇതിലേ വരുമവൻ. അത് അടിപൊളിയായിട്ടുണ്ടല്ലോ. അത് ജാനകിയമ്മയൊക്കെ അങ്ങനെ പാടിയിട്ട് കേട്ടിട്ടുള്ള ഞാൻ വെറുതെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ ജാനകിയമ്മയുടെ ഇതേപോലെ കുഞ്ഞിലത്തെ വോയിസ് പാടും. പിന്നെ കുറച്ച് വലുതായിട്ടുള്ള വോയിസ് പാടും. ജാനകിയമ്മയാണോ അപ്പൊ ഇൻസ്പിറേഷൻ വന്നത്? അതെ. ആ പാട്ട് കേട്ട് എനിക്ക് പൊതുവെ ഭയങ്കര എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എന്തെങ്കിലും ഫുഡാണെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്യൂച്ചർ ഡ്രീംസ് എന്തൊക്കെയാണ്? ഇപ്പൊ ആരുടെ കൂടെ ഒക്കെ കൊളാബ് ചെയ്യണമെന്നൊക്കെയാണ് ആഗ്രഹം? ശ്രേയ ഘോഷാൽ മാം, ഇഷ്ടംപോലെ MJ സർ,
മെയിനായിട്ട് MJ സർ, AR റഹ്മാൻ സർ. AR റഹ്മാൻ സാറിന്റെ കൂടെ എനിക്കൊരു സ്റ്റേജെങ്കിലും ഷെയർ ചെയ്യണം എന്നുള്ള ആ ഒരു സംഭവമാണ്. അതെല്ലാം നടക്കും, മാനിഫെസ്റ്റ് ചെയ്തിങ്ങനെ. പിന്നെ MG സാറിന്റെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യണം. പിന്നെ ഇപ്പൊ ആരുടെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്തിട്ടുണ്ട്? MG സാറിന്റെ ഒപ്പം ചെയ്തിട്ടുണ്ട്. ദുബായില് ഫ്ലവേഴ്സിന്റെ തന്നെ ഷോയ്ക്ക് ചെയ്തു. പിന്നെ അടുത്ത ഞാൻ ചിത്രാരുടെ കൂടെ ഒരു പാട്ട്, ചിത്ര ആന്റിയുടെ കൂടെ പാടി, ഗണേശ് സുന്ദരം അങ്കിളുടെ കൂടെ പാടി, സുദീപ് സാറിന്റെ കൂടെ പാടി, അഫ്സൽ അങ്കിളുടെ കൂടെ പാടി. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ വിധു ചേട്ടന്റെ കൂടെ പാടിയിട്ടുണ്ട്. ടോപ്പ് സിംഗറിൽ മധു അങ്കിളുടെ കൂടെ പാടിയിട്ടുണ്ട്. പിന്നെ ഡുവേറ്റ് ആയിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ സ്റ്റേജിന് ഒരുപാട് ഷെയർ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഉള്ളത് AR റഹ്മാൻ സർ, ശ്രേയ ഘോഷാൽ മാം, ഇളയരാജ സാറുണ്ട്. സറി മറന്നുപോയി. രാജ സാറിന്റെ എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ രാജ സാറും കൊറേ ഉണ്ട്. അൺലിമിറ്റഡ് ലിസ്റ്റാണ്. അതെല്ലാം ഓരോന്നായിട്ട് സാധിക്കട്ടെ. നമുക്കൊരു റാപ്പിഡ് ഫയർ പോലത്തെ ഒരു, ഞാൻ ചെറുതായിട്ടൊരു അങ്ങനെ പേടിക്കാനുള്ളതൊന്നുമില്ല. ഞാൻ കുറച്ച് സിംഗേഴ്സിന്റെ പേര് പറയുമ്പോ അവരുടെ ഒരു 4 പേര് പാട്ട് പാടിയാൽ മതി. ഷെയർഡ് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഹിന്ദിയോ? കുറെ പാട്ടുകൾ ഇഷ്ടമാണ്. അതെ. മോഹേ രംഗ് ദോ ലാൽ, മോഹേ രംഗ് ദോ ലാൽ, നന്द के लाल लाल, छेड़ो नाही बस रंग दो लाल, मोहे रंग दो लाल. देखो देखो तुझको मैं होके निहाल, देखो देखो तुझको मैं होके निहाल, छोला कोरा मोरा काज सतन नैना भर के रंग निहार, मोहे रंग दो लाल, नंद के लाल लाल, छेड़ो नाही बस रंग दो लाल, मोहे रंग दो लाल. അടിപൊളി. നല്ലൊരു ടഫ് സോങ്. ഇന്ന് വളരെ സിമ്പിളായിട്ട് പാടിയത്. ഓക്കെ, അടുത്ത് റഹ്മാൻ സാറിന്റെ തന്നെ. तेरे बिना चांद का सोना खोटा रे, पीली पीली धूल उड़ावे छूटा रे, तेरे बिना सोना पीपल, तेरे संग की कर पीपल, आजा काटे ना रतिया, तेरे बिना बेसुवादी रतिया ओ सजना, तेरे बिना बेसुवादी रतिया ओ सजना हो. പാടാൻ തോന്നി. ആ പാട്ട് സൂപ്പർ സ്റ്റാർ പാടിയിരുന്നു. അപ്പൊ അന്ന് എന്റെ ക്യാപ്റ്റൻ ആയിരുന്നു സൽമാൻ അലി സർ. അപ്പൊ സാറിന്റെ റേഞ്ച് ഭയങ്കര ഹൈയാ. അപ്പൊ ഈ ഒറിജിനൽ ശ്രുതിയില് 2 ഘട്ട കൂട്ടിയിട്ടാണ് പാടിയത്. അന്ന് ഓൺ സ്റ്റേജ് വെച്ച് പെട്ടെന്ന് സ്കെയില് മാറ്റിയതായിരുന്നു. അപ്പൊ അന്ന് പെട്ടെന്ന് അത് കിട്ടുമോന്നൊന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് ഞാൻ പാടിയത്. പക്ഷെ ഭാഗ്യത്തിന് അത് കിട്ടി. എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ജഡ്ജസിന് ഭയങ്കര നല്ല കമന്റ്സ് ആയിരുന്നു അന്ന് ആ പാട്ടിന്. എസ്പെഷ്യലി ആ ഹൈ എത്തിയ സമയത്ത് ഭയങ്കര ഇഷ്ടമായി. അതിന്റെ സ്വരങ്ങളുടെ ഭാഗങ്ങളൊക്കെ എന്ത് രസമായിട്ടാ പാടിയത്. ഇനി നമുക്ക് ജാനകിയമ്മയുടെ ഒരു നല്ലൊരു പാട്ട്. ഓക്കെ, ജാനകി അമ്മയുടെ എന്റെ മമ്മിയുടെയും ഡാഡിയുടെയും, അമ്മയുടെ അച്ഛനെ ഞാൻ ഡാഡി എന്നാ വിളിക്കുന്നത്. അപ്പൊ മമ്മിയുടെയും ഡാഡിയുടെ ഒരു ഏറ്റവും ഫേവറേറ്റ് അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. അതെ. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ, ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ, ഒരു നോക്കു
കാണാൻ ഒരു വാക്കു കേൾക്കാൻ ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാം ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനെപ്പോൾ വന്നെങ്കിൽ. അമ്മയുടെ മാത്രമല്ല എന്റെയും ഫേവറേറ്റ് സോങ് ആണ്, എല്ലാ മലയാളികളുടെയും ഫേവറേറ്റ് സോങ് ആണ്. താങ്ക് യു. നമുക്ക് മിൻമിനിയുടെ ഒരു നല്ല മിൻമിനി മാമിന് എനിക്ക് ആകെ കൂടെ അറിയാവുന്ന ചിന്ന ചിന്ന ആസൈ മാത്രമേ, അപ്പൊ അതിനെ പാടാം. ചിന്ന ചിന്ന ആസൈ சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வித்த ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்ன என்ன பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வித்த ஆசை. മിൻമിനി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരുടെ മനസ്സിലും ഫസ്റ്റ് വരുന്ന പാട്ട് അത് തന്നെയാണ്. ഇനി MG സാറിന്റെ ഒരു നല്ലൊരു ഇഷ്ടമുള്ള ഒരു പാട്ട്. MG സാറിന്റെ ഇഷ്ടമുള്ള കുറെ ഉണ്ട്, അപ്പൊ നമുക്ക് പാടാം വനമാലി. പാടാം വനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറായി കുറുമൊഴി പുഴയോരം രാവിൻ മണി വിളക്കെരിയാറായി അണിമുറ്റത്തൊരു കോണിൽ നിലാവിൻ മണി വിളക്കെരിയാറായി ഗോപ പെൺകൊടിമാരുടെ ഓമൽ പീലിക്കനവ കവർന്നേടാം മായ കാഴ്ചകളോടെ മനസ്സിൽ മിന്നും പൊന്നുമണിഞ്ഞേടാം നന്ദകിശോര നവനിത ചോര മുരളിയിലൊരു ചെറു നറുമൊഴി അരുളുക പാടാം വനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറായി. നമുക്കിനി ലേറ്റസ്റ്റ് പിടിച്ചാലോ? ലേറ്റസ്റ്റ് മോൾക്ക് ഇപ്പൊ അടുത്തിറങ്ങിയ വാഴ 2 ഓ അടിപൊളി മറ്റേ കൂടെ പിറന്നവരല്ലേ ആ പാട്ട്. തമ്മിൽ പിണങ്ങി പോവല്ലേ കാണാതെ മായല്ലേ കണ്ണേ നമ്മൾക്കു നാം തന്നെയല്ലേ കൂടെ പിറന്നവരല്ലേ ഹൃദയം മുറിയും അഴലിൽ വെന്താലും മകനെ പുറമേ കരയിൽ ഏതാനും. സിനിമകളൊക്കെ കാണാറുണ്ടോ? ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടർ ആക്ട്രസ് ഒക്കെ ആരാ? അങ്ങനൊന്നും ഇല്ല, എല്ലാരും ഇഷ്ടമാണ്. ഇല്ല, സിനിമ എങ്ങനെയാണെന്നുള്ള അതിനനുസരിച്ച്. വീട്ടില് വിശേഷങ്ങളൊക്കെ പറയൂ. അച്ഛനമ്മ ആരൊക്കെ ഉണ്ട് വീട്ടില്? ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിലിപ്പോ. അച്ഛൻ ദുബായിലാണ്, അപ്പൊ എല്ലാ ദിവസവും വിളിക്കും, സംസാരിക്കും. പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് എന്റെ അപ്പച്ചയും അമ്മമ്മയും ചിറ്റപ്പനും താമസിക്കുന്നത്. അപ്പൊ അങ്ങനെ. അമ്മയ്ക്ക് അച്ഛനൊക്കെ ഉള്ള മോള് പാടിയ പാട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണ്? എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. എല്ലാ പാട്ടും ഇഷ്ടമായിരിക്കും. എല്ലാ പാട്ടും. അച്ഛന് അങ്ങനെ ഫേവറേറ്റ് സോങ് ഒന്നുമില്ല, ഇന്ന പാട്ട്? അച്ഛന് ഇല്ല, എല്ലാ പാട്ടും ഇഷ്ടമാണ്. എല്ലാ പാട്ടും ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇപ്പം ഒരുപാട് ഫാൻസ് ഉണ്ടാവുമല്ലോ മോൾക്ക്. ഫ്രം ദ ബിഗിനിങ് മുതൽ ആ പാട്ട് എൻപൂവേ എന്നുള്ള പാട്ട് മുതൽക്കേ അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും അങ്ങനെ അമ്മൂമ്മമാരും അവർക്കൊക്കെ ഇപ്പോഴും സ്റ്റിൽ ആ ചെറിയ കുട്ടി തന്നെ. അവർ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോഴും തിരിച്ച് ഫ്ലവേഴ്സിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോയപ്പോഴും എല്ലാരും പറയണ എന്താന്ന് വെച്ചാൽ കമന്റ്സ് ഒക്കെ കുറെ വന്നു. അയ്യോ ക്ഷീണിച്ചു പോയല്ലോ, ഒരുപാട് നീളം വെച്ചല്ലോ, വളർന്നു പോയല്ലോ, ഇപ്പോഴും എൻപൂവേ പൻപൂവേ എന്നുള്ള പാട്ട് ഇഷ്ടമാണ്, അതാണ് ഇപ്പോഴും കേൾക്കാറുണ്ട്, ഇപ്പോഴും കരയാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ എനിക്ക് ആ പാട്ട് പാടാനും എല്ലാവരും എന്നെ അറിയാനും എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഫ്ലവേഴ്സിന്റെ ഈ സ്റ്റേജ് കാരണം തന്നെയാണ്. അപ്പൊ എല്ലാരോടും ഇനി പറയാനുള്ളത് ഇതേപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക, കൂടുതലും സപ്പോർട്ട് ചെയ്യുക, എന്നെയും കൂടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, പിന്നെ എൻ്റെ പാട്ടുകളൊക്കെ കേൾക്കുക, പിന്നെ
അത്രേ ഉള്ളൂ. അഭിപ്രായങ്ങൾ പറയണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം കമന്റ് ചെയ്യണം. ഒരു വ്ളോഗ് എവിടെയോ ഞാൻ കാണുന്നുണ്ട്, വ്ളോഗൊക്കെ തുടങ്ങാനുള്ള എന്തെങ്കിലും. അത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ പല്ല് കമ്പിട്ടല്ലോ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ, എനിക്ക് വ്ളോഗിങ് കഴിഞ്ഞ വർഷം വരെ അത്യാവശ്യം ഞാൻ എവിടെ പോയാലും ഞാൻ വെറുതെ എടുത്തു വയ്ക്കായിരുന്നു. പിന്നെ ഈ വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ നിർത്തി. അപ്പം പറഞ്ഞു എന്നാൽ പിന്നെ ഇടാമല്ലോ, പല്ല് കമ്പിട്ടില്ലേ. അപ്പോൾ അങ്ങനെ പോണതും എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചു. പക്ഷെ അത് ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും ഒരു സമയമാകും. അപ്പോൾ അതിൻ്റെ അകത്തായിരുന്നു ശരിക്കും പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ പുതിയ ഞാനാണ്, പല്ലിലൊക്കെ കമ്പിട്ടു. അപ്പോൾ ന്യൂ ലുക്കിൽ വരാം. അതെ അതെ. അപ്പോൾ അതിന് മുന്നേ ഇത് വരുവാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ പല്ലി കമ്പിട്ട് കണ്ടു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വ്ളോഗും കൂടെ കാണണേ, അത് കാണാണ്ടിരിക്കരുത്. ചിത്രാമ്മയുടെ ഒരു ഇഷ്ടമുള്ള പാട്ട് നോക്കുകയാണെങ്കിൽ മോൾക്ക് ഏതായിരിക്കും? എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്? എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. പിന്നെ മാരിക്കൂടിനുള്ളിൽ കാലാപാനിലെ മാരിക്കൂടിനുള്ളിൽ പാടും മാടപ്രാവേ കൺമണിയെ കാണാൻ വായോ, നിൻ കണ്ണിറയെ കാണാൻ വായോ, പീലിക്കൊന്നും കേറി നീലക്കാടും താണ്ടി എന്നുയിരേ മുന്നിൽ വായോ, നിൻ തൂമധുരം ചുണ്ടിൽ തായോ, ഇളമാൻ കൊമ്പത്തെ പുതു പൊന്നു ഞാലാടാം നറുമുത്തേ വാവാ, മാരിക്കൂടിനുള്ളിൽ പാടും മാടപ്രാവേ കൺമണിയെ കാണാൻ വായോ, നിൻ കണ്ണിറയെ കാണാൻ വായോ. ചിത്രാമ്മയുടെ ഇഷ്ടം പോലെ പാടാം. നമുക്ക് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാന്നുള്ളത് സെലക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1 hour ഇതാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തീർന്ന പോലെ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്ക് പാടി തന്നു. ഇനി നമുക്ക് ഫാൻസിന് വേണ്ടി, മോളുടെ ഫാൻസിന് വേണ്ടി രാജാ സാറിന്റെ ഒരു നല്ല പാട്ട്. അഴകുമലരാട് അഭിനയങ്ങൾ കൂടെ സിലമ്പൊലിയും പുലമ്പുവതക്കേ, என் சிலம்பொலியும் புலம்புவதற்கே, அழகு மலராட அபிநயங்கள் கூட சிலம்பொலியும் புலம்புவதற்கே, விரல் கொண்டு மீட்டாமல் வாழ்கின்ற வீணை, குளிர்வாடு கொஞ்சாமல் கொதிக்கின்ற சோலை, பகலிரவு பல கனவு இருவிழியில் வரும் பொழுது, அழகு மலராட அபிநயங்கள் கூட സിലമ്പൊലിയും പുലമ്പുവതക്കേ. അടിപൊളി അടിപൊളി. അപ്പോൾ ഇനി എല്ലാ അപ്കമിങ് പ്രൊജക്ട്സിനും ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ്. വലിയ പ്ലേ ബാക്ക് സിംഗർ ആവട്ടെ, കൂടെ തന്നെ പഠിത്തവും കൂടെ തന്നെ പറഞ്ഞ പോലെ ഇപ്പോൾ ഡോക്ടറാണ്, ഇപ്പോൾ കുറച്ച് കാലം വരെ ഡോക്ടറാണ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത ഇൻ്റർവ്യൂവിൽ ഞാൻ ചോദിക്കാം എവിടെ എത്തി എന്നുള്ളത്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് മോളു. താങ്ക് യു ഫോർ കമ്മിങ്. ഈ ഷോയിലേക്ക് ഇന്ന് ഇൻവൈറ്റ് ചെയ്ത് മീനാക്ഷി ആന്റിക്കും MC ഓഡിയോസിനും എൻ്റെ ഒരു വലിയ താങ്ക് യു. ഒരുപാട് സന്തോഷം ഇന്ന് ഇവിടെ വരാൻ പറ്റിയതിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മോളു.